Hi guys, I'm Parvati, fourth year medical student of Far Eastern Federal University. As I told you before, നമ്മുടെ ക്യാമ്പസിനകത്ത് ഒരു 20+ ഡോമെട്രീസ് വരുന്നുണ്ട്. ക്യാമ്പസിൻ്റെ അകത്ത് വരുന്നത് ഒരു 3/4 ഓഫ് ദം ആണ്, ബാലൻസ് സിറ്റിയിലാണ് വരുന്നത്. അപ്പോൾ ആ ഡോമെട്രീസിനകത്ത് വരുന്നതിൽ ഞാൻ താമസിക്കുന്നത് 2 സീരീസ് എന്നുള്ള ഡോമിനകത്താണ്. ഐ ലിവ് ഇൻ 2.6. നമുക്ക് ഡോം അലോട്ട് ചെയ്തത് നമ്മുടെ റേറ്റിംഗ് പെർസെൻറ്റേജ് നോക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ വെക്കേഷൻ കഴിഞ്ഞ് നാട്ടിൽ നിന്ന് വരുന്ന ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു ടൈം, ഓഗസ്റ്റ് അല്ല സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബർ ഫസ്റ്റ് വീക്ക് എന്ന ടൈമിലാണ് നമ്മൾ നാട്ടിൽ നിന്ന് വരുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഓരോ ഡോമെട്രീസും അലോട്ടഡ് ആയിരിക്കും. നമുക്ക് കിട്ടുന്ന ഡോമെട്രീസ് നമുക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ പിന്നെയും ഒരു നവംബർ ഡിസംബർ ടൈമിനകത്ത് റീസെറ്റിൽമെന്റ് സൈറ്റ് പിന്നെ ഓപ്പൺ ആവും. അപ്പോൾ നമുക്ക് എന്താ പറയുക അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പിന്നെയും റേറ്റിംഗ് പ്രകാരം തന്നെ നമുക്ക് നമ്മുടെ ഡോമെട്രീസ് കിട്ടുന്നതായിരിക്കും. പിന്നെ ഡോമെട്രീസിന്റെ ഫീസിന്റെ കാര്യം പറയുകയാണെങ്കിൽ 4K to 5K ആണ് ഡോർമെട്രീസിന്റെ പേയ്മെന്റ് വരുന്നത്. പിന്നെ എപ്പോഴും റൂമിന്റെ കുറച്ച് എന്താ പറയാ റൂൾസ് എന്ന് പറയുന്നത്, നമുക്ക് എപ്പോഴും ഫ്രണ്ട്സിനാണെങ്കിൽ എല്ലാം നമുക്ക് ഗസ്റ്റിനെ അലൗട്ട് ചെയ്യുന്നത് മോർണിംഗ് 7 AM to 11 PM ആണ് നമുക്ക് ഗസ്റ്റിനെ അലോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുശേഷം അവരുടേതായിട്ടുള്ള ഡോമിലേക്ക് പോകേണ്ടതാണ്. പിന്നെ ക്ലെൻലിനെസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. നമ്മുടെ അഡ്മിനിസ്ട്രേറ്റർ ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ട് നമ്മുടെ ഡോം ക്ലീൻ ആണോ എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ തന്നെ എന്തെങ്കിലും ക്ലെൻലിനെസ്സിന് കുറവുണ്ടെങ്കിൽ അവർ നമുക്കത് മാർക്ക് ചെയ്യും. അത് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് ഡോം കിട്ടുന്നതിൽ എഫക്റ്റ് ചെയ്യും. പിന്നെ ഇത്രയൊക്കെയാണ് ഡോമിനെ പറ്റി പറയാനുള്ളത്. പിന്നെ ഇപ്പോൾ ബെഡ്ഷീറ്റ് അതൊക്കെയാണെങ്കിൽ ഇവിടുന്ന് തന്നെ അലോട്ട് ചെയ്യും. നമ്മൾ എവറി വീക്കെൻഡിൽ നമ്മൾ പോയിട്ട് ബെഡ്ഷീറ്റും പില്ലോ കേസും എല്ലാം നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. So today I'm gonna show you my dormitory and my room and including the kitchen. As I told you before, ഞാൻ താമസിക്കുന്നത് മാലിയ ആക്സിനകത്ത് 2.6 എന്നുള്ള കോമ്പസിനകത്താണ്. 2.6 4th ഫ്ലോറിലാണ്. 403 എന്നുള്ളതാണ് എൻ്റെ റൂം നമ്പർ. നമുക്കിനി റൂമിൻ്റെ അകത്തേക്ക് പോവാം. റൂമിൻ്റെ അകത്ത് കയറി കഴിയുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആണ്. ഫസ്റ്റ് പറയുന്ന റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റൂമിൽ നിന്ന് സ്റ്റെപ്പ് ഔട്ട് ചെയ്യുമ്പോൾ എല്ലാ ഇലക്ട്രോണിക് ഒബ്ജക്ട്സും നമ്മൾ ഓഫ് ചെയ്യുക. പിന്നെ മെയിൻ ആയിട്ട് പ്രൊഹിബിറ്റ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് സ്മോക്കിംഗ്. നമ്മൾ റൂമിൻ്റെ അകത്ത് സ്മോക്കിംഗ് ചെയ്യാൻ പാടില്ല. അതുപോലെ കുക്കിംഗ്, അങ്ങനെ വെള്ളം തിളപ്പിക്കുന്നതല്ലാതെ വേറെ ഒരു രീതിയിലുള്ള കുക്കിംഗ് നമ്മൾ റൂമിൻ്റെ അകത്ത് ചെയ്യാൻ പാടില്ല. അതാണ് ആദ്യം പറയുന്ന റൂൾസ്. പിന്നെ വരുന്നത് നമ്മുടെ റൈറ്റ് സൈഡിനകത്ത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള വാഷ്റൂം വരുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡിനകത്ത് നമുക്കൊരു വലിയ വാർഡ്രോബ് വരുന്നുണ്ട്. അതിൽ 3 ഡോർസ് ഉണ്ട്. ഫസ്റ്റ് ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജേക്കറ്റ്സ്, അതുപോലെ തന്നെ ഷൂ, ബൂട്ട്സ് അതെല്ലാം. പിന്നെ സെക്കൻഡിനകത്ത് കബോർഡ് വൈസ് ആണ് നമ്മുടെ ഡ്രസ്സ് വെക്കുന്നതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. പിന്നെ ഞാൻ താമസിക്കുന്നത് 2 ഷെയറിംഗ് റൂമിനകത്താണ്. 2 ഷെയറിംഗ് റൂമിനകത്താവുമ്പോൾ എല്ലാം 2 പേർക്കുള്ള സാധനങ്ങളായിരിക്കും. ഇവിടെ അതുപോലെ തന്നെ 2 ബെഡ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഫ്രിഡ്ജ് വരുന്നുണ്ട്. പിന്നെ 2 ടേബിൾസ് വരുന്നുണ്ട്. 2 ഷെയറിംഗ് റൂമിലായതുകൊണ്ട് തന്നെ 2 ടേബിൾ അലോഡഡ് ആണ്. ടേബിളിന്റെ ഒപ്പം തന്നെ ഒരു ലോക്കർ പോലത്തെ ഒരു ഷെൽഫ് ഉണ്ട്. ഒരു ഷെൽഫ് അല്ല, ഒരു ഡ്രോയർ പോലത്തെ. അതിനകത്താണ് നമ്മൾ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം പ്ലേസ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഒരു ഫ്രിഡ്ജ് ഉണ്ട് എല്ലാ റൂമിലും. അത് 2 ഷെയറിംഗ് ആണ്, 4 ഷെയറിംഗ് ആണ്, 3 ഷെയറിംഗ് ആണെങ്കിലും ഒരു ഫ്രിഡ്ജ് വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഫ്രിഡ്ജ്. പിന്നെ ഒരു കബോർഡ് വരുന്നുണ്ട്. അതിനകത്ത് കൂടുതലും ഗ്രോസറീസ് അങ്ങനത്തെ എല്ലാം വയ്ക്കും. പിന്നെ അതുപോലെ തന്നെ വേറൊരു കബോർഡും കൂടെ വരുന്നുണ്ട്. ആ കബോർഡിനകത്ത് കൂടുതലും ഞാൻ എൻ്റെ സ്റ്റഡി എസെൻഷ്യൽ ഒക്കെയാണ് വെക്കുന്നത്. പിന്നെ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബെഡാണ്. ബെഡ് കവറ്, അതുപോലെ തന്നെ കംഫർട്ട്, പില്ലോ, ഇതെല്ലാം നമുക്ക് ഇവിടുന്ന് തന്നെ പ്രൊവൈഡ് ചെയ്യും. നമ്മൾ ബെഡ് കവർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വീക്ക്ലി നമ്മൾ ബെഡിന്റെ കവറും കംഫർട്ടിന്റെ കവറും പിന്നെ പില്ലോ കവറും നമ്മൾ വീക്ക്ലി കൊണ്ടുപോയി ചേഞ്ച് ചെയ്യേണ്ടതാണ്. അത് നമ്മൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു റൂം ഉണ്ട്. അവിടെ കൊണ്ടുപോയി നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പുതിയതായിട്ടുള്ള ഒരെണ്ണം നമുക്ക് വീക്ക്ലി പ്രൊവൈഡ് ചെയ്യും. റൂമിനകത്ത് ഓരോ ഫ്ലോറിലും ഓരോ കിച്ചൺ വീതം ഉണ്ട്. അപ്പോൾ ഈ ഫ്ലോറിലെ കിച്ചണാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ കിച്ചണിനകത്ത് വരുന്നത് 2 ടേബിൾ വരുന്നുണ്ട്. പിന്നെ 2 സിങ്ക് വരുന്നുണ്ട്. പിന്നെ ഒരു മൈക്രോവേവ് അവൻ വരുന്നുണ്ട്. പിന്നെ ഇവിടെ വരുന്ന സ്റ്റവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇലക്ട്രിക്കൽ സ്റ്റവ്സ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതുപോലെ അതിന്റെ ഒപ്പം തന്നെ ഓവനും ഉണ്ട്. പിന്നെ ഓരോ സ്റ്റവിനും ഓരോ ഹുഡ് വീതം നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഫ്ലോറിലുള്ള ഫുൾ
എന്താ പറയാ റൂൾസ് ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കിച്ചണിലേക്ക് കയറുമ്പോൾ തന്നെ എന്താണ് നമ്മുടെ ഹുഡ് ഓൺ ചെയ്യണം എന്നൊക്കെയുള്ള കുറേ ഇൻഫർമേഷൻസ് ആണ് ഇവിടെ എഴുതി തന്നേക്കുന്നത്. എപ്പോഴും കിച്ചൺ ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യുക, നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നോ അതപ്പം തന്നെ വൈപ്പ് ഔട്ട് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നമ്മുടെ ഹോസ്റ്റലും റൂം എല്ലാം ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ആക്ച്വലി എല്ലാ 2 ഷെയറിംഗ് 3 ഷെയറിംഗ് 4 ഷെയറിംഗ് എല്ലാ റൂംസും കാണിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ 3 ഷെയറിങ്ങിന്റെ ഒരു വീഡിയോ കൂടെ അറ്റാച്ച് ചെയ്യാം. ബാക്കി ഡോമിന്റെ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടുത്തെ എന്ത് ഇൻഫ്രാസ്ട്രക്ചർ കാണിക്കണമെങ്കിലും നമുക്ക് കോളേജിൽ പെർമിഷൻ വേണം. അപ്പൊ അതുകൊണ്ട് എനിക്ക് എല്ലാം കാണിക്കാൻ പറ്റിയില്ല. ഇപ്പൊ 2 ഷെയറിംഗ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 3 ഷെയറിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ കൂടെ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാം ഇത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാ ഇൻഫർമേഷനും ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ മടിക്കരുത്. താങ്ക് യു. കീപ് വാച്ചിങ്.